എന്താ 95% ദുനിയാവിന് വേണ്ടി അങ്ങനെ പെട്ടുപോവുകയാണെങ്കില് ദുനിയാവ് എന്നുള്ള നിലക്ക് ഇന്നൊരു 10 ഉറുപ്പ്യ വന്നിട്ടില്ലേ ഒരു കുഴപ്പമില്ലാന്ന് അള്ളാഹു സമ്പന്നത കൊണ്ട് അനുഗ്രഹിച്ച ഒരു പോലെ എവിടെയാ? വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ നല്ല പറഞ്ഞ എവിടെയാ? വമിസാജുഹു മിൻ തസ്നീം ഐന യശ്റബു ബിഹൽ മുഖറബൂൻ. സാമീപ്യം സിദ്ധിച്ച ആളുകൾ കുടിക്കുന്ന സ്വർഗീയ പാനീയവും ആരാമവും ആസ്വദിക്കാൻ വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ. കടമത്സരങ്ങൾ നടത്തുന്നവർ ആ സ്വർഗത്തിന് വേണ്ടി കടമത്സരം നടത്തട്ടെ പറഞ്ഞിട്ട് ദുനിയാവിലെല്ലാം കഴിഞ്ഞിട്ട് 10 മിനിറ്റ് നമ്മള് ആഖിറത്തിന് വേണ്ടി ചെലവഴിച്ചു. ആഖിറത്തിന് വേണ്ടി 95% ചെലവഴിച്ച് 5% ദുനിയാവിന് വേണ്ടിയല്ല. ബൽ തുസിറൂനൽ ഹയാത്തുദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ദുനിയാവേ എന്ന് പറഞ്ഞതിനെ മാറ്റി വെച്ചിട്ട് ആഖിറത്തിന് വേണ്ടി ദുനിയാവിൽ ഇങ്ങനെ ജീവിക്കണം, വസ്ത്രം വേണം, ഭക്ഷണം വേണം, മക്കളെ പഠിപ്പിക്കണം, പ്രാഥമിക ആവശ്യങ്ങൾ വേണം, കയറി തലയക്കാനൊരു വേണം, അങ്ങനത്തേനപ്പുറത്തേക്ക് ദുനിയാവ് മാത്രമായിട്ടാണെങ്കിൽ വലിയ പ്രശ്നമാണ്. ദുനിയാവ് ശ്രദ്ധിക്കണ്ട, ആഖിറ അതിനേക്കാൾ ശ്രദ്ധിക്കണ്ടോ? എന്നാ രക്ഷപ്പെട്ട് ഏത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. അള്ളാഹുവിലേക്ക് നമുക്ക് ഒരുപാട് ക്ലാസ്സുകളാണ് നമ്മളെ ജീവിതത്തിൽ മാറ്റിയത് അല്ലേ? സിലാഗ് റേഡിയോയിലൂടെ, ബൈലക്സ് മെസ്സഞ്ചറിലൂടെ, എന്തെല്ലാം മീഡിയകളുണ്ടോ അതിൽ അനവധി ക്ലാസ്സുകളാണ് വിജ്ഞാനത്തിന്റെ ഒരു ലോകത്തേക്ക് സാധാരണക്കാരായ മനുഷ്യർ കൈപിടിച്ചുയർത്താൻ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഈ കൂട്ടായ്മക്ക് സാധിച്ചത് അല്ലേ? അങ്ങനെ എത്ര മനുഷ്യർ ഈ ഭൂമുഖത്തുണ്ട്? ഒന്നും അറിയാത്തവര്, ജീവിതത്തിൽ ഒന്നും അറിയാത്തവര്, പലതും അവർ പഠിച്ചിട്ടില്ല. ഒരാള് കൃത്യമായിട്ട് പറഞ്ഞെടുത്തു ഇങ്ങനെയൊക്കെ ഉണ്ടില്ലേ, അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. ഒരുപാട് പണ്ഡിതന്മാരൊക്കെ അവിടെ വരുന്നൊരു വീടായി ഇത്, ആരും പറഞ്ഞില്ല. ഞാനൊരു വലിയ മുമ്പിച്ചൊരു തറവാട്ടില് ഒരു നേരം ഭക്ഷണം കഴിക്കണോ പറഞ്ഞിട്ടൊരു സ്ഥലത്ത് ചെന്നു. അപ്പൊ ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ആ മുറ്റത്ത് നോക്കുമ്പോൾ അയാളുടെ ഉപ്പാന്റെയും ഉമ്മാന്റെയും വലിയൊരു ഫോട്ടോ വലിയ ഫ്രെയിം ചെയ്തിട്ട് വീടിന്റെ മുന്നിൽ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് സ്നേഹമാണ്, നിങ്ങളെന്നെ ഇഷ്ടമുള്ളതുകൊണ്ട് വിളിച്ചാണ്, പക്ഷെ ഞാനിവിടുന്ന് കൊലായിലേക്ക് കയറണമെങ്കിൽ ഈ നിൽക്കണ ഈ സാധനം എടുത്തിടുന്ന് മാറ്റണം. ചോദിച്ചാൽ എന്താ അങ്ങനെ? എന്റെ അമ്മ എന്റെ അപ്പയാണ്, എനിക്ക് അവരോട് വലിയ ഇഷ്ടമാണ്, ഞാൻ അവരെ ഓർക്കാൻ വേണ്ടി വെച്ചാണ്, വേറൊന്നും അതിലില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണ്? അള്ളാനോടാണോ ഉമ്മാനോടാണോ? എനിക്ക് അള്ളാനോടാണ്. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണ്? അള്ളാഹുവിന്റെ റസൂലിനോടാണ്. ശരി, അള്ളാന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടോ? ഇല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ആ സ്നേഹത്തിന് എന്തെങ്കിലും ഒരു കുറവുണ്ടായി? ഇല്ല. ഏറ്റവും പ്രിയങ്കരർ അവരായോ? ആയി. ആ ഫോട്ടോ വെച്ചിട്ടാ? അല്ല. എങ്കിൽ ബാപ്പാന്റെയും ഉമ്മാന്റെയും ഫോട്ടോ വെക്കേണ്ടതുണ്ടോ? അത് മനസ്സിലായി. എന്നിട്ട് അയാൾ എന്നോടൊരു കാര്യം പറഞ്ഞു. വലിയ വലിയ രാഷ്ട്രീയത്തിലെ തങ്ങന്മാർ മുതൽ കേരളത്തിലെ എല്ലാ സംഘടനയും പണ്ഡിതന്മാർ ചോറ് തിന്ന വീടാ. അത്ര പ്രമുഖമായ ഒരു പഴയ തറവാട്. ഒരു മനുഷ്യനും എന്നോട് ഇത് പറഞ്ഞിട്ടില്ല. അയാളത് എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് എന്നെ കയറി. അയാൾ പറഞ്ഞു, എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, എനിക്ക് അള്ളാഹുവിന്റെ ശിക്ഷ കിട്ടുന്നതാണ് ഈ പണി, എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, ഇപ്പൊ നിങ്ങൾ പറഞ്ഞു തന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ എടുത്തു. അങ്ങനെ എത്ര ആളുണ്ട്? അറിഞ്ഞുകൂടാ അവർക്ക്. അവരെ നമ്മൾ വിമർശിക്കുമ്പോൾ അവർക്ക് അറിഞ്ഞുകൂടാ. നരയാണിയുടെ താഴത്ത് കൂടെ ഡ്രസ്സ് വലിച്ചു പോകുന്ന ഒരാള്, അയാൾക്ക് അറിഞ്ഞുകൂടാ അതിന്റെ അവസ്ഥ എന്താ. അപ്പൊ അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്താൽ പറയുന്ന അത് ശാഖാപരമായ കാര്യത്തിൽ തർക്കിക്കുകയാണ്. ആ സാധുവിനെ നരകത്തുനിന്ന് രക്ഷപ്പെടുത്താനാണ് പറയുന്നത്. അള്ളാന്റെ റസൂല് വിലക്കിയൊരു കാര്യമാണ് അയാൾ ചെയ്യുന്നത്. അത് ചെയ്യരുത്, അരുത്, പാടില്ല. നിങ്ങൾ സൂക്ഷ്മത പാലിക്കണം, ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് എന്തിനാണ്? ആ മനുഷ്യന്മാർക്കൊരു വെളിച്ചുണ്ടാകാൻ, ആ മനുഷ്യന്മാര് ദീനിലേക്ക് അടുക്കാനാണ് അല്ലെ? അങ്ങനെ അവര് നന്നാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്കാണ് അബ്ദുള്ള കടന്നു വന്ന് റളിയല്ലാഹു അൻഹു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ തുറിച്ചു നോക്കി. നരയാന്റെ താഴെയാണ് നോക്കുന്നത്, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്. അവ ചോദിച്ചു, എന്താ അബ്ദുള്ള ഇത്? യാ അബ്ദുള്ള കേട്ടിങ്ങോട് ഉടുക്കും നിന്റെ ഡ്രസ്സുകാർ. അവിടെ കേറ്റുടുപ്പിച്ചു. അള്ളാഹുവിന്റെ റസൂലാണ്, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്, ഹബീബാണ്, ഏറ്റവും നല്ല സ്നേഹമുള്ള മനുഷ്യനാണ്. പക്ഷെ ഇത് അപകടമാണ്. ആ വിഷയത്തിൽ വന്ന വഹയി സ്വീകരിച്ച ആളാണ് പ്രവാചകൻ. അതുകൊണ്ട് റസൂൽ അതിനെ ഗൗരവമായി കണ്ടു. ജീവിതത്തിൽ ഏത് കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്ര ഗൗരവമായി കണ്ടോ അത്ര ഗൗരവമായി നമ്മളും കാണുന്നു. നബി അത്ര ഒന്നും പ്രാധാന്യം കൊടുക്കാത്തൊരു കാര്യം, അതിന് ആ നബി കൊടുത്ത പ്രാധാന്യം മതി, അതിലപ്പുറത്തേക്ക് നമ്മളതിനെ കണ്ട. അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യത്തിൽ അതീവ ഗൗരവം കാണുന്നു, നിങ്ങളത് അതീവ ഗൗരവമാണ്. അള്ളാഹുവിന്റെ ഗ്രന്ഥം ഒരു കാര്യത്തിൽ അതീവ ഗൗരവത കാണുന്നു, നമുക്ക് ഗൗരവമാണ്. അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്.
അള്ളാഹു റസൂലും ഗൗരവമായി പറഞ്ഞതിനെ ഗൗരവമായി അത് ജീവിതത്തിൽ നമ്മൾ എടുക്കുക. അതറിയാത്തവരെ അത് പഠിപ്പിച്ചെടുത്ത് കൊടുക്കുക. ഇന്ന ആയത്തുകൾ ഓതിയെടു കേൾപ്പിക്കുമ്പോ ഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ, അള്ളാഹുവിന്റെ ആയത്തുകൾ നിരന്തരമായി ഓതിക്കേൾപ്പിക്കുമ്പോൾ സാദതുഹും ഈമാനാ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ ഇതിന്റെ അർത്ഥം? ഈമാനൊരു അവസ്ഥയിൽ നിന്ന് അതിന് ഉയർത്തിക്കൊണ്ടുവരാനുള്ള വഴി എന്താ? ആയത്തുകൾ ഓതി കൊടുക്കുക, ഹദീസുകൾ പഠിപ്പിക്കുക, നിരന്തരമായി അവരെ ശുദ്ധീകരിക്കുക, അവരെ നന്നാക്കുക. ഈ പ്രക്രിയ ലോകത്ത് നടക്കണം എന്നർത്ഥം. ഏറ്റവും ഗൗരവമായി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. വളരെ പ്രധാനമായ ഒരു പോയിന്റ് ഞാൻ പറയാം. സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്ന ഒരുപാട് കാര്യമില്ലേ? നിങ്ങൾ അതിനെ സംബന്ധിച്ച് ഗൗരവമായി ഒന്ന് ആലോചിച്ചു. യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ, ഖുർആനിലെ ആയത്താണ്. സത്യവിശ്വാസി നീ വിശ്വസിക്കണേ. സത്യവിശ്വാസി നല്ല വിളിച്ചിട്ട് പറയണേ നീ വിശ്വസിക്കണേ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? അള്ളാഹു ഉണ്ടെന്നും റസൂൽ ഉണ്ടെന്നും അന്ത്യദിനത്തിൽ ഒക്കെ ഉണ്ട്. പക്ഷെ ആ പ്രഖ്യാപിച്ച് ഷഹാദത്ത് കലിമ സ്വീകരിച്ചവനൊരു സ്ട്രോങ് പോരാ. അപ്പൊ അവനോട് അവർ ആമിനു ഒന്നുകൂടെ അങ്ങോട്ട് വിശ്വസിച്ചാളാ, ഒരു ഗൗരവാക്കി. സത്യവിശ്വാസിയായിട്ടും അള്ളാഹു ഒരെണ്ണം ഒന്നുകൂടി വിശ്വസിക്കും എന്ന് പറഞ്ഞാൽ എന്താ? ആ സത്യവിശ്വാസിക്കൊണ്ട് ചില ദുർബലതകൾ, അപ്പൊ അള്ളാഹു അതിനൊന്ന് ശക്തിപ്പെടുത്തുകയാണ്, അല്ലേ? നിങ്ങൾ ആലോചിച്ചു, യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ, സൂറത്ത് ബഖറയിലെ 108ാമത്തെ വചനം. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ? സത്യവിശ്വാസി നീ ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ട് വാ. സത്യവിശ്വാസി എന്ന് വിളിച്ചിട്ടാ പറയുന്നത്. അപ്പൊ സത്യവിശ്വാസി ആയിരിക്കെ തന്നെ പല കാര്യങ്ങളിലും ഓന് ഇസ്ലാമില്ലാത്ത അവസ്ഥ ഉണ്ടാവും. അപ്പൊ ഓനെ അള്ളാഹു എന്ത് പറയാണ്? നീ ഓനെ സത്യവിശ്വാസിയെ അംഗീകരിച്ചുകൊണ്ടാണ് പറയുന്നത്. ഓൻ പിഴച്ചവനാണെന്ന് പറഞ്ഞിട്ടല്ല, ഓൻ സത്യവിശ്വാസിയാണെന്ന് അംഗീകരിച്ചിട്ടാ പറയുന്നത്. ഒന്ന് ഇസ്ലാമിലേക്ക് കയറിക്കോ എല്ലാ കാര്യത്തിലും. ചില കാര്യങ്ങൾ എനിക്ക് ഇസ്ലാമുണ്ട്, ചിലതില്ല. അതുകൊണ്ട് നീ ഒരു സത്യവിശ്വാസി അല്ല എന്നുള്ള പറഞ്ഞില്ല. നീ സത്യവിശ്വാസി തന്നെ. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, ശീതനം വാങ്ങിയില്ല. എന്നാല് ശീതനം വാങ്ങുന്ന കാര്യത്തിൽ വളരെ കണിശത പുലർത്തി. എന്നാ എന്നും ബ്ലേഡ് എടുത്ത് താടി പഠിക്കണയിൽ ഒരു മടി ഉണ്ടായില്ല. മനസ്സിലായി? ഒരു ഉദാഹരണം, സാമ്പത്തിക രംഗത്ത് ഭയങ്കര കണിശത പുലർത്തി. എന്നാ ഭാര്യന്റെ മുഖത്തടിക്കണതിന് ഒരു കുറവില്ല. അങ്ങനെ അപ്പൊ ഇന്നലെ അള്ള പറയണം, വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, പിശാചിന്റെ കാൽപാദങ്ങളെ പിന്തുടരുത്. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, ഇജ്ജ് സത്യവിശ്വാസിയാണെങ്കിലും പിശാച് എന്നെ വിടൂല. പക്ഷെ ആ പിശാചിൽ നിന്നുള്ള മോചനം, അവൻ നിന്റെ പ്രത്യക്ഷ ശത്രുവാണ്. അതുകൊണ്ട് പിശാചിന്റെ കാൽപാദങ്ങളെ പിന്തുടരുന്നതിനെ കുറിച്ചുള്ള ശക്തമായ ബോധവൽക്കരണത്തെ ഇസ്ലാം മുന്നിൽ വെച്ചു. നിങ്ങൾ അത്ഭുതത്തോടുകൂടി, നിങ്ങൾ ഏറ്റവും അത്ഭുതത്തോടുകൂടി ആലോചിച്ചേ, അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ദീന് കേട്ടവരാണല്ലോ അബൂജഹൽ. അബൂബക്കർ സിദ്ദീഖ് കേട്ട അതേ ആശയം അബൂജഹലിനോട് റസൂൽ എന്ന് പറഞ്ഞില്ലേ? ഇല്ലേ? ഉണ്ട്. അബൂലഹബ് കേട്ടില്ലേ? അബൂ സുഫിയാൻ കേട്ടില്ലേ? സുഹൈൽ ബിൻ അംർ കേട്ടില്ലേ? ഇവരൊക്കെ ഇസ്ലാം സ്വീകരിച്ചോ? ഇല്ലോ. എത്ര കാലം കഴിഞ്ഞിട്ടാണ് സുഹൈൽ ബിൻ അംർ ഇസ്ലാം സ്വീകരിക്കുന്നത്? ആ കാലയളവ് അത്രയും റസൂലുള്ള ഇവർക്ക് പറഞ്ഞു കൊടുത്ത ദീനൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ലേ? ഉണ്ട്. സ്വീകരണത്തിന്റെ വ്യത്യാസം ഏറി. ശരി, ഒരു കാര്യത്തിന്റെ പൊരുൾ ഒരാൾക്ക് മനസ്സിലാവണേനേക്കാൾ കൂടുതൽ വേറൊരാൾക്ക് മനസ്സിലായില്ലേ? ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ത് ഇറങ്ങിയപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞു, ഇബ്നു അബ്ബാസ് കരഞ്ഞു, ബാക്കി ആരും കരഞ്ഞില്ല. കാരണം ബാക്കിയുള്ളവർക്കൊക്കെ അതിന്റെ ഭാഗ്യമായ അർത്ഥേ മനസ്സിലായുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൗത്യം ഇവിടെ പൂർത്തിയായി, റസൂലുള്ള മരിക്കാൻ പോവുകയാണെന്നാണ് ആ ആയത്തിന്റെ ആശയം. അത് മനസ്സിലായത് മൂന്നാള്. എന്നാ അത് മൂന്നാള് മനസ്സിലാക്കിയിട്ട് ബാക്കിയുള്ളവർക്ക് മനസ്സിലായില്ല എന്നുള്ളതുകൊണ്ട് ഓൾക്ക് ഈമാനില്ലെന്നും ഓലൊന്നും ശരിയായിട്ടില്ലെന്നും ഓൾക്കൊന്നും ശരിക്കുള്ള ഡെപ്ത് ഇല്ലെന്നും നോളജ് ഇല്ലെന്നും പറഞ്ഞു. ഇല്ല, ഓലൊക്കെ ഒന്നിച്ച് ജീവിച്ചു. അല്ലേ? സ്വർഗത്തിലേക്ക് എന്റെ ഉമ്മത്തിൽ ആദ്യമായി കയറി വരുന്ന ആളാരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതിന്റെ അർത്ഥം ഉമർ മോശാണ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ മോശാണ്, അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അജ്മഈൻ അവർക്ക് മോശാണ്? ഒരിക്കലുമല്ല. കാരണം അബൂബക്കർ സിദ്ദീഖിനെ പോലെ ഇസ്ലാമിന്റെ പൂർണ്ണതയെത്താൻ വേറൊരാൾക്ക് കഴിഞ്ഞില്ല. പക്ഷെ ഒരു മുസ്ലിം ഉമ്മത്തിന് വേറിട്ടുന്നോ? ഇല്ല. ഞാനൊരു ഉദാഹരണം പറയാം. വളരെ രസകരമായ
വളരെ ഹൃദയത്തിൽ തട്ടുന്ന ഒരു പോയിന്റ് പറയാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒക്കെ 10 സ്വഹാബിമാരെ കുറിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ സ്വർഗത്തിലാണ് എന്ന് തിരുനാവ് കൊണ്ട് പറഞ്ഞു. അപ്പോ ബാക്കിയുള്ള സ്വഹാബികളുടെ സ്ഥിതി നരകത്തിലാ ആണ്. എന്താ സ്ഥിതി? 40 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ കണക്കെടുത്ത അധ്യാപകന് ഏറ്റവും ഉറപ്പുള്ള 10 കുട്ടികളെ പറഞ്ഞവരൊക്കെ ഫസ്റ്റ് ക്ലാസ്സോട് പാസ്സാവും. അത് ആ കുട്ടിയെക്കുറിച്ചുള്ള ബോധമാണ്, അവനെത്തിയ പദവിയെക്കുറിച്ചുള്ള ബോധമാണ്. റസൂലുള്ളാഹിയാകട്ടെ വഹി അനുസരിച്ചുമാണ് പറയുന്നത്. അതിൽ 4 ആളുകൾക്ക് വീണ്ടും സ്ഥാനം, ആ 10 ആളുകളിൽ. ആ 4 ആളുകളിൽ അബൂബക്കർ സിദ്ദീഖിനുള്ള സ്ഥാനം ഉമർ ഇബ്നുൽ ഖത്താബിനില്ല. എന്നാ ഇവരെല്ലാരും സ്വർഗാവകാശികളല്ലേ? ഇവരെല്ലാം അല്ലാഹ് അംഗീകരിച്ചിട്ടില്ലേ? ഉണ്ട്. അപ്പൊ നമുക്കിടയിൽ ജീവിക്കുന്നതിൽ ചില ആളുകൾക്ക് ചില വിഷയം തിരിഞ്ഞിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഒരുപാട് പുഷ് ചെയ്തിട്ടായിരിക്കും അവനെ മാറ്റിയെടുക്കേണ്ടത്. അപ്പൊ അതിനുള്ള ഒരു ശ്രമമാണ് വിശ്വാസികളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത്, ജീവിതത്തിലെ ഏതൊരു കാര്യത്തിലും മനുഷ്യരുടെ ജീവിതാവസ്ഥയെ ഉൾക്കൊണ്ടുകൊണ്ട് അത് പറയാൻ, അത് പഠിപ്പിക്കാൻ സാധിക്കണം. അപ്പൊ ഞാൻ ഒരുപാട് പഠിച്ച് മുന്നോട്ട് പോയി എന്ന് വിചാരിക്കുക. എനിക്ക് മനസ്സിലായ പല കാര്യങ്ങളും എന്റെ കാക്കാക്ക് മനസ്സിലായിട്ടില്ല എന്ന് എനിക്കിന്നും അറിയാം. എന്റെ നേരെ ജ്യേഷ്ഠന് മനസ്സിലായിട്ടില്ല എനിക്കിന്നും അറിയാം. പക്ഷെ എന്റെ ജ്യേഷ്ഠനോട് എനിക്കൊരു വെറുപ്പില്ല. ഞാനാവുന്നത് പറയുന്നു, ഞങ്ങളാവുന്നത് പറയുന്നു എല്ലാവരും എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യത്തിലും ഞങ്ങൾക്ക് ചിലപ്പോൾ ഉമ്മാക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല, പെങ്ങന്മാർക്ക് മനസ്സിലായി, ഞങ്ങളുടെ കൂടെ ജീവിക്കുന്ന ഭാര്യമാർക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. അപ്പൊ നമ്മളവരോട് നിങ്ങളൊന്നും പറ്റാത്തവരാണ്, പൊയ്ക്കൊള്ളിയും, ഞങ്ങളുടെ ഭാര്യമാരായ യോഗ്യല്ല, പൊയ്ക്കൊള്ളിയും എന്നല്ല അവരെ നമ്മൾ കൊണ്ടുവരിക. പ്രവാചകന്മാരുടെ ചരിത്രം എന്താ? അപ്പൊ ഇസ്ലാമിന് മനുഷ്യന്റെ മുമ്പിൽ വെക്കാനൊരു വമ്പിച്ച ഒരു സത്യമുണ്ട്. മനുഷ്യരിലേക്ക് മുഴുവനുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇപ്പൊ ചില ആളുകളുടെ അവസ്ഥാവിശേഷങ്ങളെ കുറിച്ച് ഖുർആൻ പറയും, എന്താ? ഏറ്റക്കുറവുകളെ പറിച്ചു. സ്വർഗത്തിൽ പദവികളുണ്ട് അല്ലേ? എന്തുകൊണ്ട് സ്വർഗത്തിൽ വ്യത്യസ്ത പദവികളായി? ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഇസ്ലാമിന്റെ പദവി അവന്റെ മനസ്സിലേക്ക് കൂടുതൽ സ്വാധീനിച്ചവന്റെ പദവി കൂടി. അത്ര തന്നെ അമലി ചെയ്തിട്ടില്ലാത്തവൻ നേരത്തായ വന്നു അല്ലേ? ഒരു ബാപ്പ പറയുന്ന ഒരു പിക്ചർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ബാപ്പ ആദ്യം സ്വർഗത്തിന്റെ ഒരു മിതമായ തട്ടിലായിരുന്നു. പിന്നെ ഇങ്ങനെ പദവികൾ കൂടി വരുന്ന കണ്ടപ്പോ ചോദിച്ചു, പടച്ചോനെ, ഇങ്ങനെ പദവി കൂടാൻ മാത്രം ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഇങ്ങനെ പദവിയിലെത്താൻ മാത്രം ഞാനിവിടെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ആ മനുഷ്യനോട് പറയുന്ന, അതേ ചെയ്തിട്ടില്ലെന്ന് ആര് പറഞ്ഞു? നല്ല മക്കളുണ്ടാക്കി, ആ നല്ല മക്കളെ ആദാവ് പഠിപ്പിച്ചു, ഇൽമ പഠിപ്പിച്ചു. ആ മക്കൾ അവിടെ നിന്ന് നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുമ്പോ ഓരോ ഇസ്തിഗ്ഫാറിനും നിന്റെ പദവി കൂടി വരികയാണ്. മനുഷ്യൻ ചിന്തിക്കും, നമ്മൾ ചിന്തിക്കും. ഞാൻ പലപ്പോഴും എനിക്ക് നല്ല വിഷമം തോന്നിയിട്ടുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നൊക്കെ ഒരുപാട് മുഹൂർത്തങ്ങൾ നമ്മൾ പലപ്പോഴും പച്ചയായിട്ട് ഞാൻ പറയും, പലതും പച്ചയായി പറയുമ്പോൾ ആളുകൾ തെറ്റിദ്ധരും. ഞാൻ 6ാം ക്ലാസ് പഠിക്കുന്നത് പൊന്നാനിയാണ്. പൊന്നാനി, പുതുപൊന്നാനി, അവിടുത്തെ ദർഗയുള്ള ആ പ്രദേശത്താണ് എന്റെ മൂക്കിനിടിച്ചിട്ട് മൂക്കിന്ന് ചോരൊലിക്കണ രംഗം ഇപ്പോഴും എന്റെ കണ്ണിന്റെ മുമ്പിലുണ്ട്. എന്താ അവിടുത്തെ കുട്ടികൾ എന്നോട് ചോദിച്ചാൽ എന്റെ പേരെന്താണ്? മുജാഹിദ്. അപ്പ കിട്ടി. അത്രയും ജാഹലിയത്ത്. എനിക്കിപ്പോ 42 വയസ്സായി. ഞാൻ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാകാൻ പറഞ്ഞാൽ 10 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു ചെറിയ പയ്യൻ. അന്നാണ് മൂക്കിനിടിച്ചിട്ട് ചോര ഇങ്ങനെ വരികയാണ്. ഉമർ മൗലവി അന്ന് തവന്നൂരിൽ നിന്ന് അദ്ദേഹത്തിന്റെ സ്ഥാപനം വെളിയങ്കോട്ടേക്ക് മാറ്റിയ വർഷം അത്. എന്റെ അപ്പക്ക് ഉമർ മൗലവിനുള്ള ഇഷ്ടം കൊണ്ട് എന്റെ മോനെ നിങ്ങൾ ഏൽപ്പിക്കുകയായിരുന്നു. ഞാൻ ആ രംഗം ഇപ്പോഴും ഓർക്കും. ആ കാലം മുതൽ എന്റെ മനസ്സിലുള്ള എന്താന്ന് വെച്ചാൽ, പടച്ചോനെ, മുജാഹിദ് എന്നുള്ള എന്റെ പേരിന് എന്താ ഇത്ര വലിയ കുത്തും തല്ലും കിട്ടാൻ മാത്രം. അന്ന് മുതൽ ഞാൻ അത് കഴിഞ്ഞ് നേരെ വരുന്നത് ജാമിയയിലേക്കാണ്, ബോർഡിങ്ങിലേക്കാണ്. എ.പി. അബ്ദുൽ ഖാദർ മൂലം അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗുരുനാഥനായിരുന്നു അല്ലേ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും. സഹോദരങ്ങളെ, ഞാൻ അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പളായിട്ട് അദ്ദേഹം ഇരിക്കണ, ഇന്നും പ്രിൻസിപ്പൾ ഇരിക്കുന്ന അതേ സ്ഥാനം വർഷങ്ങളായിട്ട് അവിടെ. അപ്പൊ എനിക്ക് 11 വയസ്സ് 12 വയസ്സുള്ള കാലത്താണ് ഞാൻ എപ്പിന്റെ അടുത്തേക്ക് കയറിച്ച്, സർ, എനിക്ക് ലോകത്തെല്ലാവരും അറിയപ്പെടുന്ന ഒരു പ്രാസംഗികനാണ് എനിക്ക് എന്ന് ഞാൻ അന്ന് പറഞ്ഞു. അപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ വിദ്യാർത്ഥി കാലഘട്ടം എന്ന് പറഞ്ഞാൽ അങ്ങനെ
എന്തോ ഒന്ന് രണ്ട് കച്ചറകളൊക്കെ ഉണ്ടാക്കി ജാമ്യയിൽ ജീവിക്കുന്ന കാലത്താണ്. കച്ചറ എന്ന് പറഞ്ഞാൽ അവരെ കണ്ണിൽ കച്ചറ, എന്റെ കണ്ണിൽ കച്ചറ എന്നായിരുന്നില്ല, വിപ്ലവമായിരുന്നു. അവിടുത്തെ ചില അധ്യാപകർ കുട്ടികളോട് ഉച്ചനീചത്വം കാണിച്ചപ്പോൾ ഞാൻ ചോദ്യം ചെയ്തപ്പോൾ അധ്യാപകരെ തെറ്റേണ്ടി വന്നു. അപ്പൊ ആളുകൾ പറഞ്ഞു ഞാൻ സലാഹിന്റെ ഇങ്ങനെ പിടിച്ചു, ഇബ്രാഹിം സലാഹിൻ ഒരാളുടെ അയാളെ കോളർ പിടിച്ച് വലിച്ചിട്ടുണ്ട്. ഒന്നുമില്ല, അവിടെ വയനാട്ടിലുണ്ടായിരുന്ന കറുത്തൊരു പയ്യനോട് വളരെ മോശമായ അയാൾ പെരുമാറിയപ്പോ ഞാൻ ചോദിച്ചു, നിങ്ങളല്ലേ കഴിഞ്ഞ ദിവസം മദ്രസയിൽ ഇന്ന ഫീ ഖൽഖിസ് സമാവാത് മറ്റേ യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാറിന് കറുത്താലും വെളുത്താലും പടച്ചോന്റെ അടുത്ത് തെക്കുവേ അസൂക്ഷ്മത ഓന്റെ തൊലി നിങ്ങളെന്താ ഓനെ തല്ലി ചോദിച്ചു. ആയിരുന്നു സംഭവം. APK പിന്നീട് മനസ്സിലായി. പിന്നോട് പറയുകയും ചെയ്തു, ഞാൻ പറയുന്നത് എന്നെ പിടിച്ചു പുറത്താക്കി. അപ്പൊ ഞാൻ വന്ന് തിരിച്ച് ഇതുപോലുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ എനിക്ക് ഒരിക്കലും നന്നാവില്ല. അന്ന് ആ ഒരൊറ്റ വാചകാണ് ഇപ്പൊ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ ഏപ്പിനോട് തിരിച്ചു പറഞ്ഞു, നന്നാവുമല്ലേ എന്നുള്ളത് തീരുമാനിക്കണം അള്ളാഹുവാണ്. നിങ്ങളെ നാവ് കൊണ്ട് നന്നായടാന്ന് ഞാൻ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും പറഞ്ഞിട്ട് APK അബ്ദുൽ ഖാദർ മരിച്ചും പോയത്. ഞാൻ പറയുന്നത് നമ്മ ഏതൊരു മനുഷ്യന്റെ ജാഹ്ലിയത്തിൽ നമ്മളെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ടാവും. MN നദ്വി ആയിരുന്നു എനിക്ക് ഏറ്റവും സ്വാധീനിച്ച ഒരു പണ്ഡിതൻ. 2 മണിക്ക് അദ്ദേഹം എഴുന്നേറ്റ് വരുമ്പോ ഞാനുണ്ടാവും ബെഞ്ചിലിരുന്ന് പ്രസംഗിക്കണം. അണക്ക് വട്ടിനട ചെങ്ങായി. അന്ന് ആയോധന മുറകളോട് വലിയ ഇഷ്ടവുമായിരുന്നു. ഈ 2 സംഗതി 2 മണിക്ക് എഴുന്നേറ്റ് ചെയ്യുമായിരുന്നു. ആ ഒരു ആത്മാർത്ഥതയാണ് ഞാനിന്ന് പ്രാസംഗികനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതാണ് ഞാൻ പറയും. ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലെ ജാഹ്ലിയത്തിനെയും സ്വാധീനിച്ചവനെ നന്നാക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാവും. ഇത് ഈ ഒരു ആദർശ കൂട്ടായ്മയാണ്. സുഹൃത്തുക്കളെ, ലോകത്തിന്റെ പല കോണുകളിലും ജീവിച്ച മനുഷ്യന്മാരെ സ്വാധീനിച്ചത് ഈ ശബ്ദമാണ്, ഈ പ്രബോധനമാണ്. ആയിരങ്ങളുടെ മനസ്സുകളിൽ തൗഹീദിന്റെ ദിവ്യപ്രകാശം കൊണ്ട് ഉജ്ജ്വലമായ ഒരു ജീവിതം നയിക്കാൻ മനുഷ്യരെ പ്രാപ്തരാക്കിയത് എന്താ? ഡോക്ടർ ഉസ്മാൻ സാഹിബ് എന്ന നിരീശ്വരവാദിയെ ഒരു മഹാ തൗഹീദി പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റാക്കി മരിക്കുന്നത് വരെ പരലോക ലോകത്തോട് വിളിച്ചു പറഞ്ഞ് മരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് ഈ ഒരു കൂട്ടായ്മയാണ്. അനന്ത പരകോടി ജീവജാലങ്ങളുള്ള ഈ മണ്ണിലെ ജനങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹത്തിൽ നിന്നാണ് പറയാൻ. ആ ഹദീസ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ജനങ്ങളെ, നിങ്ങൾക്കിടയിൽ എന്റെ ഉദാഹരണം റസൂലുള്ളാഹി പറയും, അതൊരു തീ കത്തിച്ചവനെ പോലെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ലം പറയാണ്, അതൊരു തീ കത്തിച്ചവനെ പോലെ. ആ തീയിന്റെ നേരെ വണ്ടുകളും പ്രാണികളും അതിന് നേരെ വരുമ്പോ അയാൾ അതിനെ തടുത്തു നിർത്തുന്നു. ഞാൻ നിങ്ങളെ ഈ ഭാഗത്തിനാണ് അരക്കെട്ട് എന്ന് പറയാ. അത് നല്ല പിടുത്തായിരിക്കും. ഞാൻ തന്നെ അരക്കെട്ടിൽ ഇങ്ങനെ മുറുക്കി പിടിച്ചെങ്കിലും നിങ്ങളെന്റെ കൈ തട്ടി നരകത്തിലേക്ക് ചാടി. അപ്പൊ പ്രവാചകന്റെ ലക്ഷ്യം എന്താ? നരകത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷപ്പെടുത്തും. ഈ മനുഷ്യർ നിർണ്ണാര ആരാ? വെറുതെ ബാലനും ജോർജും സാറാമേ, ഈ മനുഷ്യർ, ഈ ആളുകളാണ് മനുഷ്യർ. തിരുവനന്തപുരത്താണ് ഞാൻ പല കാലത്ത് 5-6 കൊല്ലമായിട്ട് തിരുവനന്തപുരത്താണ്. അവിടെ ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രി, സാഹിത്യകാരന്മാര്, പാട്ടുകാര്, ഏതൊക്കെ ടൈപ്പ് മനുഷ്യരിൽ കേരളത്തിലുണ്ടോ ഒരാരെ കിട്ടിയാലും അല്ലാഹു അക്ബർ ഞാനവരോട് മതം പറഞ്ഞിട്ട് 1 മിനിറ്റാ കിട്ടിയെങ്കിലും മതം പറയുന്നു. എന്താ നമ്മുടെ പ്രതിനിധികൾ, നമ്മൾ തെരഞ്ഞെടുത്തയച്ച ജനപ്രതിനിധികൾ, നമുക്ക് സേവനം ചെയ്യുന്ന കേരളത്തിലെ ജനപ്രതിനിധികൾ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ അവർ വരും. ഒരു നരകാവകാശികളാകാൻ പാടില്ല. അവരോട് തൗഹീദ് പറയാൻ, അവരോട് ദീന് പറയാൻ, അവർ തൗഹീദിലേക്ക് നയിക്കാൻ. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ ഉദു ഇലാ സബീൽ റബ്ബിക ബിൽ ഹിക്മ വൽ മൗഇലത്തിൽ ഹസനതി വജാദിലുഹും ബില്ലതി ഹിയ അഹ്സൻ. എത്ര മനോഹരമാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യരെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ പറയുന്ന ഉജ്ജ്വലം. വലാ തുജാദിലു അഹ്ലൽ കിതാബ് ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ ഇല്ലല്ലദീന ളലമൂ മിൻഹും വമാ ഉൻസില ഇലൈനാ വഉൻസില ഇലൈക്കും വഇലാഹുനാ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ് വനഹ്നു ലഹു മുസ്ലിമൂൻ. നിങ്ങൾക്കിറക്കിയ വേദത്തിലും ഞങ്ങൾക്കിറക്കിയിലും ഞങ്ങൾ വിശ്വസിച്ചു. നിങ്ങളുടെ ദൈവവും ഞങ്ങളുടെ ദൈവവും രണ്ടല്ല, ഒന്നാണ്. ആ ദൈവത്തിലേക്കും അള്ളാഹു അവതരിപ്പിച്ച വേദങ്ങളുടെ അന്തസാരങ്ങളിലേക്കും മനുഷ്യരെ
ഞങ്ങൾ നിങ്ങളെ നയിക്കുന്നു.